നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഹാപ്പി വിഷു. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് വിഷു വിഭവങ്ങൾ ഉണ്ടാക്കാൻ സമയമെടുത്തു അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൂന്നാമത്തെ വിഭവം, നല്ല ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഏത് അറിയണ കുട്ടികൾക്കും അറിയാത്തവർക്കും എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കണത്. ഞാൻ ഉണ്ടാക്കണത് നല്ല കോവയ്ക്ക കൊണ്ടുള്ള ഒരു സാമ്പാറാണ്. നിങ്ങൾക്ക് വിഷുവിന് അത് ഉണ്ടാക്കാൻ പറ്റും. എത്രയും നേരത്തെ ഞാനത് അപ്ലോഡ് ചെയ്യാനും നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണല്ലോ. സാമ്പാറില്ലാതെ എന്തൊരു ഊണല്ലേ. സദ്യയിൽ സാമ്പാർ ഒഴിച്ചുകൂടാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. പക്ഷേ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തളിഞ്ഞാൽ സാമ്പാറിന് ഒരു സ്വാദുള്ളൂ. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. സാമ്പാർ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വരും. എൻ്റെ അമ്മ പണ്ട് അടുപ്പത്താണ് സാമ്പാർ ഉണ്ടാക്കുക, അതും കൽച്ചട്ടിയിൽ. പരിപ്പൊക്കെ വേവിച്ചിട്ട് ആദ്യം ഇങ്ങനെ ഉടയ്ക്കും കയ്യിലുണ്ട്, എന്നിട്ടാണ് കൽച്ചട്ടിയിൽ സാമ്പാർ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് സാമ്പാർ എത്രയും പെട്ടെന്ന് സമയം കളയാതെ വേഗം ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഒട്ടും സമയമില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. വിഷുവിന് ഞാൻ എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നാണ് കാണിക്കണത്. ഇത് ഞാൻ 3 ആൾക്കുള്ള സാമ്പാറാണ് വെക്കണത് കേട്ടോ. സാമ്പാറിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ഉള്ള തോരപ്പരിപ്പ്, അധികം വെജിറ്റബിൾസ് ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല. കോവയ്ക്കയും ചെറിയ ഉള്ളിയും തക്കാളിയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. കോവയ്ക്ക സാമ്പാറിന് നല്ല അടിപൊളിയാണ്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കായം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്യാസിലേക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കാം. വിസിൽ വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു 3 വിസിൽ ഇതിനാവശ്യമുള്ളൂ. അപ്പം 4 വിസിൽ വന്നു. ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് അതിലത്തെ പ്രഷറൊക്കെ പോയോ നോക്കട്ടെ കേട്ടോ. പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തു. പാകത്തിന് വെള്ളമേ ഉള്ളൂ, കണ്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ പുളിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ബാക്കി പരിപാടി ചെയ്യും. ഈ പരിപ്പും കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിക്കാൻ നിൽക്കുമ്പോഴേ അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളുടെ അത് പുറത്തേക്ക് തൂവി പോവില്ല. അല്ലെങ്കിൽ പുറത്തേക്ക് എപ്പോഴും കുക്കറിന് ലീക്കാവും. അതുണ്ടാവില്ല. അതിനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്തരയ്ക്കാത്ത സാമ്പാറല്ലേ, അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പൊടിയിട്ടുള്ള സാമ്പാർ വെക്കുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തിടാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ട് നല്ല പാകമായി. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തിടണം. ഞാനന്ന് വറുത്തിടാൻ വാങ്ങിയ പുതിയൊരു പാത്രമാണ് കേട്ടോ. അത് വറുത്തിടാനൊക്കെ നല്ല പാകമാണ്, നല്ല പാത്രമാണ്. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, അത് കാരണം അത് ഇരിക്കാൻ കുറച്ച് അല്ലേ. കടുകിട്ടു, ഉലുവ, ഉണക്കമുളക്, ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ വറുത്തിടുന്നത്. ഇങ്ങനത്തെ പാത്രത്തിൽ വറുത്തിടുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് പിടിച്ചിട്ട് വേണം ഇത് ഇളക്കാൻ. ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കട്ടെ, എന്നാലേ സാമ്പാറിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പെട്ടെന്ന് ഇളക്കിയിട്ട് വറുത്തിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ.
നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡിയായി. നല്ല അടിപൊളി സാമ്പാറാണ്. എന്തിനാ വറുത്തരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർ കുറച്ചുള്ളിടത്ത് ഇങ്ങനൊരു സാമ്പാർ വെക്കേണ്ട ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കോവയ്ക്ക, ചെറിയ ഉള്ളി സാമ്പാർ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. കുറച്ച് നേരം ഇത് കുക്കറിൽ ഇരുന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മളുടെ സാമ്പാർ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി. കണ്ടോ, ഇത് നാവി പോയിക്കൊണ്ടിരിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കിത് അടച്ചു വയ്ക്കാം. സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കി. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് ക്ഷീണിച്ചു. അപ്പോൾ ഞാൻ വെച്ചു ഇനി ഇരുന്ന് സംസാരിക്കാമെന്ന്. എല്ലാവർക്കും എൻ്റെ സാമ്പാർ ഇഷ്ടപ്പെട്ടോ? വളരെ കുറച്ച് സമയം കൊണ്ടുണ്ടാക്കിയ ഒരു സാമ്പാറാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ എത്രയും പെട്ടെന്ന് സമയം കളയാതെ നോക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.